2016 നവംബർ 8 രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രഖ്യാപനം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ അടിമുടി ഉലച്ചു. 5 വർഷവും 20 ദിവസവും കൂടി കഴിഞ്ഞപ്പോൾ സീറോ മലബാർ സഭയിലുണ്ടായ ഒരു പ്രഖ്യാപനം ഇവിടുത്തെ കുറേ വൈദികരെയും കുറേ വിശ്വാസികളെയും അടിമുടി ഉലച്ചു കളഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തിലെ ചില വാക്യങ്ങൾ സീറോ മലബാർ സഭയിലെ സമകാലിക അവസ്ഥയുമായി പാരടി പോലെ നന്നായി ഇണക്കാവുന്നതാണ്. ഈ അവതരണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സീറോ മലബാർ സഭ മെത്രാൻമാർ, സിനഡ്, ജോർജ് പുല്ലാട്ട് എന്നിവരുടെ വാക്കുകൾ ഇടകലർന്നു വരുന്നുണ്ട്. അല്പം ശ്രദ്ധിച്ചാൽ വ്യതിരിക്തതയൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നരേന്ദ്രമോദി: സഹോദരീ സഹോദരന്മാരെ, സിനഡ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സഹോദരീ സഹോദരന്മാരെ. നരേന്ദ്രമോദി: വികസനത്തിലേക്കുള്ള ഓട്ടത്തിൽ നമ്മെ പിന്നോട്ടടിക്കുന്ന വ്രണങ്ങളാണ് അഴിമതിയും കള്ളപ്പണവും തീവ്രവാദവുമെന്ന് വർഷങ്ങളായി ഈ രാജ്യം അനുഭവിച്ചറിയുന്നു. ജി പി എന്ന് പറഞ്ഞാൽ ജോർജ് പുല്ലാട്ടാണ് കേട്ടോ. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പിന്നോട്ടടിക്കുന്ന വ്രണങ്ങളാണ് വിശ്വാസരാഹിത്യവും അഹന്തയും അനുസരണക്കേടും എന്ന് നാളുകളായി ഈ സഭയിലെ വിശ്വാസികൾ കണ്ടറിയുന്നു. നരേന്ദ്രമോദി: രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തീവ്രവാദമാണ്. അത് ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാവുന്നതല്ല. സീറോ മലബാർ സഭ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി വൈദികരുടെ അനുസരണക്കേടാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ കാരണമായ ആദ്യ പാപം അനുസരണക്കേടായിരുന്നു. അവർ അഹന്ത കാണിച്ചില്ല. എന്നാൽ അതിനു മുൻപ് മാലാഖമാരുടെ അഹന്തയെ ദൈവം ശിക്ഷിച്ചിരുന്നു. ദൈവം ആദ്യമായി ശിക്ഷ വിധിച്ച 2 പാപങ്ങൾ അഹന്തയും അനുസരണക്കേടുമാണ്. എറണാകുളത്തെ വൈദികരെ വിമതർ എന്ന് പേരിട്ട് അടയാളപ്പെടുത്താൻ കാരണമായത് എന്നുവെച്ചാൽ ദൈവം പോലും ക്ഷമിക്കാത്ത കൊടും പാപങ്ങളാണ് എറണാകുളത്തെ വിമത വൈദികർ പരസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ തെളിയുന്നത്. യേശുവിൻ്റെ ശരീരമാകുന്ന തിരുവോസ്തി കയ്യിലെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് ദിവസവും പരസ്യമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, കുർബാന ചൊല്ലൽ പോലും പാപമാക്കിക്കൊണ്ടിരിക്കുന്ന ഇവരെ വിശ്വാസികൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? നരേന്ദ്രമോദി: തീവ്രവാദം കടുത്ത ഭീഷണിയാണ്. അതുമൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വൈദികരുടെ അനുസരണക്കേട് കടുത്ത ഭീഷണിയാണ്. അതുമൂലം അനേകം വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അവർക്കിടർച്ചയുമുണ്ടായി. സഭയിൽ ഭിന്നിപ്പുണ്ടാക്കിയതും അവർ തന്നെ. നരേന്ദ്രമോദി: എന്നാൽ ഈ ഭീകരർ തങ്ങളുടെ പണം എങ്ങനെ നേടുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുക്കൾ വ്യാജ കറൻസി നോട്ടുകൾ ഉപയോഗിച്ചാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വർഷങ്ങളായി ഇത് തുടരുന്നു. ഈ വിമത വൈദികർ എങ്ങനെയാണ് ഇത്രയും ആഡംബരത്തോടെ ജീവിക്കുന്നതെന്നും എവിടെ നിന്നാണ് ഇവർക്ക് പണം വരുന്നതെന്നും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സഭയെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന ബാഹ്യശക്തികളും സേവ് എ ഫാമിലി എന്ന പേരിൽ ഹാവ് എ ഫാമിലി നയം പുലർത്തുന്ന ആന്തരിക ശക്തികളുമാണ് ഈ വിമത പ്രവർത്തനങ്ങളുടെ പിന്നിൽ വർഷങ്ങളായി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി: 500-ൻ്റെയും 1000-ൻ്റെയും വ്യാജ നോട്ടുകൾ ഉപയോഗിക്കുന്നവരെ പിടികൂടുകയും കള്ളനോട്ടുകൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. സഭയുടെ സ്വത്തുക്കൾ മോഷ്ടിച്ചവരെയും ആഭിചാര കുർബാന ചൊല്ലുന്നവരെയും കോലം കത്തിക്കുന്നവരെയും അഭീത ബന്ധങ്ങളിൽ അഭിരമിക്കുന്നവരെയും പറ്റി മെത്രാന്മാർക്കും വൈദികർക്കും വിശ്വാസികൾക്കും അറിയാം. എങ്കിലും എല്ലാം രമ്യമായി എഴുതിത്തള്ളുക എന്നതാണ് സിനഡിൻ്റെ ശൈലി എന്നും ഈ നാട്ടുകാർക്കും വിശ്വാസികൾക്കും അറിയാം. നരേന്ദ്രമോദി: ഒരു വശത്ത് ഭീകരതയുടെ പ്രശ്നം, മറുവശത്ത് അഴിമതിയും കള്ളപ്പണവും ഉയർത്തുന്ന വെല്ലുവിളി. അധികാരമേറ്റ ഉടനെ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ അഴിമതിക്കെതിരായ പോരാട്ടം ആരംഭിച്ചു. ഒരു വശത്ത് അനുസരണക്കേടിൻ്റെ വിഷവിത്തുകളായ വിമതരുടെ പ്രശ്നം, മറുവശത്ത് സഭയോടൊപ്പം നിൽക്കുന്ന സത്യവിശ്വാസികളുടെ മുറവിളി. ഇതെല്ലാം കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സഭയിലെ പ്രശ്നങ്ങളും കാനൂൻ നിയമങ്ങളും സംബന്ധിച്ച അറിവുള്ള ഫാദർ ജെയിംസ് പാമ്പാറ, ബിഷപ്പ് മാത്യു മൂലക്കാട്ട് എന്നീ പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ട്രിബ്യൂണൽ സ്ഥാപിച്ചു. എങ്കിലും അത് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ സിനഡ് തന്നെ അനുവദിച്ചില്ല. നരേന്ദ്രമോദി: അഴിമതി, കള്ളപ്പണം, ബിനാമി സ്വത്ത്, തീവ്രവാദം എന്നിവയ്ക്കെതിരായി പോരാട്ടം തുടരണമെന്ന് സത്യസന്ധരായ പൗരന്മാർ ആഗ്രഹിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കട്ടിലിനടിയിൽ കോടികളുടെ കറൻസി നോട്ടുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന വാർത്തകൾ കേട്ട് സത്യസന്ധനായ ഏത് പൗരനാണ് വേദനിക്കാത്തത്?
വൈദികരുടെ അഴിമതി, അനുസരണക്കേട്, മോഷണം, ആഭിചാര കുർബാന, ദൈവനിന്ദ, പോക്സോ കേസുകൾ, കുമ്പസാരക്കൂടിൻ്റെ ദുരുപയോഗം, സ്പോയിൽ മെനി ഫാമിലീസ്, ഹാവ് യുവർ ഓൺ ഫാമിലീസ് തുടങ്ങിയ നയങ്ങൾ, രഹസ്യ താമസം, വിശ്വാസികൾക്കെതിരെ മെത്രാൻ നടത്തുന്ന കോടതി കേസുകൾ എന്നിങ്ങനെ എണ്ണമറ്റ കുറ്റകൃത്യങ്ങൾ കണ്ടിട്ട് വേദനിക്കാത്ത സത്യവിശ്വാസികളുണ്ടോ? നരേന്ദ്രമോദി അഴിമതിയുടെയും കള്ളപ്പണത്തിൻ്റെയും പിടി തകർക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന 500 രൂപയുടെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ, അതായത് 2016 നവംബർ 8 അർദ്ധരാത്രി മുതൽ ഈ നോട്ടുകൾ ഇടപാടുകൾക്ക് സ്വീകാര്യമല്ല. ദേശവിരുദ്ധരും സാമൂഹിക വിരുദ്ധരും പൂഴ്ത്തിവെച്ചിരിക്കുന്ന 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ വിലയില്ലാത്ത കടലാസ് കഷ്ണങ്ങളായി മാറും. സിനഡ് നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള സിനഡിൻ്റെ തീരുമാനം 2021 നവംബർ 28 നിലവിൽ വന്നതാണ്. നമ്മുടെ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് തന്നെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ പിതാവും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കത്തോലിക്ക സഭയുടെ നിയമാനുസൃതമായ അധികാരം ഉപയോഗിച്ചാണ് ഏകീകൃത രൂപത്തിലുള്ള വിശുദ്ധ കുർബാന പ്രഖ്യാപിച്ചത്. 2021 ഓഗസ്റ്റ് 27 സർക്കുലർ പ്രകാരം ഏകീകൃത രൂപത്തിലുള്ള വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചു. വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രൂപത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ജൂലൈ 3 എഴുതിയ കത്തിലൂടെ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചു: എല്ലാ വൈദികരും സന്യസ്തരും അൽമായരും നിങ്ങളുടെ സഭയുടെ മഹത്തായ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നതിനുള്ള ഏകീകൃത രീതി വേഗത്തിൽ നടപ്പിലാക്കുക. നമുക്ക് വിഭജിച്ച് ജീവിക്കാൻ കഴിയില്ല, നമുക്ക് ഭിന്നത സൃഷ്ടിക്കാനും കഴിയില്ല, അപവാദത്തിൻ്റെ ഉറവിടമാകാൻ നമുക്ക് സ്വയം അനുവദിക്കാനാവില്ല. പക്ഷേ സഭ കൂട്ടായ്മയാണ്. കൂട്ടായ്മയില്ലെങ്കിൽ സഭയില്ല, അതൊരു വിഭാഗമായിരിക്കും. വർഷങ്ങളായി കൂട്ടായ്മയുടെ മാതൃകകളും യഥാർത്ഥ അധ്യാപകരുമാകേണ്ട ചിലർ, കൂടുതലും പുരോഹിതന്മാർ, സിനഡിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരി സഹോദരന്മാരെ, അവരെ പിന്തുടരരുത്. നരേന്ദ്രമോദി സത്യസന്ധരും കഠിനാധ്വാനികളുമായ ആളുകളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. 100, 50, 20, 10, 5, 2, 1 രൂപ എന്നിവയുടെ നോട്ടുകളും എല്ലാ നാണയങ്ങളും നിയമപരമായി നിലനിൽക്കുമെന്നും അവയെ ബാധിക്കില്ലെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. സിനഡ് ഏകീകൃത കുർബാന അർപ്പണം നിലവിൽ വരുന്നതോടെ സത്യവിശ്വാസികളുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങളും സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിവാഹം, മാമോദിസ, മരിച്ചടക്ക് തുടങ്ങിയ ചില്ലറ നാണയങ്ങൾ നിലനിൽക്കുമെന്നും കുർബാനയിലെ മാറ്റം അവയെ ബാധിക്കില്ലെന്നും ഞങ്ങൾ ഉറപ്പു തരുന്നു. നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ പൗരന്മാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, എങ്കിലും അത് കുറയ്ക്കാനായിട്ടാണ് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പൗരന്മാരെ, രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി നിങ്ങളിതിൽ സഹകരിക്കണം, ബുദ്ധിമുട്ടുകൾ സഹിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ മാറ്റം നടപ്പിലായി കഴിഞ്ഞ് നിരോധിച്ച നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കപ്പെടും എന്നുകൂടി അറിയിക്കുന്നു. സിനഡ് ഘട്ടം ഘട്ടമായി നടപ്പിൽ വരുന്ന ഏകീകൃത കുർബാന 2024 ജൂലൈ 3 മുതൽ ഈ സഭയിൽ പൂർണ്ണമായി നടപ്പിലാക്കുന്നതാണ്. അതിനുശേഷം മറ്റു തരത്തിലുള്ള കുർബാന അർപ്പിക്കുന്ന വൈദികർ അതിനാൽ തന്നെ ശിക്ഷാർഹരാണെന്നും ശീശ്മയിൽപ്പെട്ട് സഭയ്ക്ക് പുറത്താകുമെന്നും ഞങ്ങൾ സ്നേഹത്തോടെ അറിയിക്കുന്നു. നരേന്ദ്രമോദി സത്യസന്ധതയില്ലായ്മയെയും സൗകര്യക്കുറവുകളെയും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ സാധാരണ പൗരന്മാർ എപ്പോഴും അസൗകര്യങ്ങൾ സഹിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് സത്യസന്ധതയോടും മമതയില്ല. നമ്മുടെ രാജ്യത്തെ ശുദ്ധീകരിക്കാനുള്ള ഈ മഹത്തായ ത്യാഗത്തിന് നിങ്ങളുടെ സംഭാവന നൽകാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ. നമുക്ക് താൽക്കാലിക ബുദ്ധിമുട്ടുകൾ അവഗണിക്കാം. സിനഡ് നമ്മുടെ സഭയെ ശുദ്ധീകരിക്കാനുള്ള ഒരു മഹാസമരത്തിൽ പങ്കുചേരുമ്പോൾ സത്യവിശ്വാസവും അനുദിന ക്ലേശങ്ങളും തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നേക്കാം. പക്ഷേ അനുദിന ബുദ്ധിമുട്ടുകൾ മറന്ന് സത്യവിശ്വാസത്തിനായി നിലകൊള്ളാൻ വിശ്വാസികളെ, നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നരേന്ദ്രമോദി സമഗ്രതയുടെയും വിശ്വാസ്യതയുടെയും ഈ ഉത്സവത്തിൽ നമുക്കും ചേരാം. വരും തലമുറകളെ അവരുടെ ജീവിതം അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് പ്രാപ്തരാക്കാം. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ നമുക്ക് പോരാടാം. നിശ്ചിത ദിവസത്തിന് ശേഷം പഴയ നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് തന്നെ കുറ്റകരമായിരിക്കും. സിനഡ്
വിശ്വാസത്തിൻ്റെ ഈ മഹാസമരത്തിൽ രക്തസാക്ഷികളുടെ തീക്ഷ്ണതയോടെ നമുക്ക് പങ്കുചേരാം. ഭിന്നതകളും സ്വാർത്ഥ താല്പര്യങ്ങളും മറന്ന് സഭയോടൊപ്പം നിൽക്കാം. ഏകീകൃത കുർബാനയ്ക്ക് മാത്രമേ സാധുതയുള്ളൂവെന്നും സഭ വിലക്കിയ കുർബാന ചൊല്ലുന്നതും അതിൽ പങ്കെടുക്കുന്നതും പാപമാണെന്നും ഓർക്കുക. കുർബാനയില്ലാതെ നടത്തിയ ദേവാലയ പ്രതിഷ്ഠ സഭാനിയമം അനുസരിച്ച് അസാധുവും അപൂർണവുമാണെന്നും അറിഞ്ഞിരിക്കുക. ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ 3 ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കപ്പെടുമെന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു. ഈ വൈദികർക്ക് 2024 ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തുന്നതാണ്. GP അതിനർത്ഥം എറണാകുളം രൂപതയിൽ ഇപ്പോൾ കുർബാന ചൊല്ലുന്ന 90% വൈദികരും കത്തോലിക്ക സഭയിൽ പോലും ഇല്ല എന്ന് വിശ്വാസികൾ അറിഞ്ഞിരിക്കുക. നരേന്ദ്രമോദി സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെയും പങ്കാളിത്തം, എല്ലാവരുടെയും വികസനം, എല്ലാ പൗരന്മാരോടൊപ്പവും എല്ലാ പൗരന്മാരുടെയും വികസനത്തിനായുമാണ് ഞങ്ങളുടെ സർക്കാർ പ്രവർത്തിക്കുന്നത്. മാർപ്പാപ്പ സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂട്ടായ്മ ലംഘിക്കപ്പെട്ടാൽ, വാഴ്ത്തപ്പെട്ട കൂദാശയെ അനാദരിച്ചാൽ, വഴക്കും ബഹളവും ഉണ്ടായാൽ എങ്ങനെയാണ് ദിവ്യകാരുണ്യ ആരാധന നടക്കുക? ജാഗ്രത പാലിക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. പിശാച് നിങ്ങളെ ഒരു വിഭാഗമാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു സഭയാണ്, ഒരു വിഭാഗമായി മാറരുത്. കർത്താവ് പ്രകടിപ്പിച്ച ഏറ്റവും ഹൃദയംഗമമായ ആഗ്രഹം അവൻ്റെ ശിഷ്യന്മാർ ഭിന്നത കൂടാതെ കൂട്ടായ്മ ലംഘിക്കാതെ ഒന്നായിരിക്കുക എന്നായിരുന്നു. ഇക്കാരണത്താൽ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നത് ഭക്തി നിർഭരമായൊരു പ്രബോധനമല്ല, മറിച്ച് ഒരു കടമയാണ്. പ്രത്യേകിച്ച് അനുസരണ വാഗ്ദാനം ചെയ്തിട്ടുള്ള പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ ദാനധർമ്മത്തിൻ്റെയും സൗമ്യതയുടെയും മാതൃക പ്രതീക്ഷിക്കുന്നവരായിരിക്കുമ്പോൾ, ആകയാൽ നിങ്ങളൊരു കാര്യം വിസ്മരിക്കരുത്. ഐക്യമാണ് സഭയുടെ ശക്തി. സത്യവും ത്യാഗവും ഐക്യവുമാണ് സഭയുടെ ജീവൻ. നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. സഭ വിലക്കിയ കുർബാനയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. ഈ സഭയിലെ 55 ലക്ഷം വിശ്വാസികളിൽ എനിക്ക് വിശ്വാസമുണ്ട്. സഭയിലും കർത്താവിലുമാണ് നമ്മുടെ ആശ്രയം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നരേന്ദ്രമോദി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. രാജ്യം വിജയം നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വളരെ നന്ദി, നമസ്കാരം. ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം. സിനഡ് വിശ്വാസികളുടെ ആത്മീയ മുന്നേറ്റത്തിനും സഭയുടെ ഐക്യത്തിനും വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. കുർബാനയിലൂടെ ഐക്യപ്പെടാം, കുർബാനയ്ക്കായി ഐക്യപ്പെടാം. ഐക്യത്തിലൂടെ ഏകീകൃത കുർബാന എല്ലായിടത്തും നടപ്പിലാക്കാം. ഒരു സഭ, ഒരു ആരാധനാക്രമം, ഒരേ ഒരു കുർബാനാക്രമം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മെ നയിക്കട്ടെ. GP ഒരൊറ്റ ദിവസം കൊണ്ട് കറൻസി നോട്ടുകൾ അസാധുവായതുപോലെ, അത് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാകുന്നത് പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് ജനാഭിമുഖ കുർബാന അസാധു ആകുന്നു. അത് ചൊല്ലുന്നതും അതിൽ പങ്കെടുക്കുന്നതും കുറ്റമാകുന്നു എന്ന് നമുക്ക് ഓർത്തിരിക്കാം.